കാണാം കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം. ഇത് വാനിലയുടെ ടിന്നാണ് കേട്ടോ. ഞങ്ങൾ ഐസ്ക്രീം പൗഡർ വെച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മിക്സി ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഭയങ്കര കട്ടിയാണ്. അതൊരു 4 തവണ അടിച്ചെടുത്താലാട്ടോ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടത്തുള്ളൂ, ക്രീമി ആയിട്ട് കിട്ടത്തുള്ളൂ. നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ച് മധുരമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് ഞാൻ കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഐസ്ക്രീം ഫ്ലേവർ തന്നെ തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇത് വാനില ഐസ്ക്രീം പൗഡർ അല്ല കേട്ടോ, ഇത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം പൗഡറാണ്. അങ്ങനെ ഞാൻ അടിച്ചെടുത്ത് നല്ല എല്ലാം ഭയങ്കര ക്രീമി ആയിട്ട് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1 to 2 hours വെച്ചാൽ അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിക്കോളും. നിങ്ങൾക്ക് എക്സ്ട്രാ ഷുഗറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കയ്യിൽ നല്ല മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ചേർത്തില്ല കേട്ടോ. നമുക്കത് അടച്ചിനി ഫ്രീസറിലെടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഇത്രയും വലിയ ടിന്നാണ്. നമുക്കിപ്പോൾ ഞാൻ ചെറിയ ടിന്നായാലും എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഫില്ലാവുന്ന ദൈവൻ ലിയോ ആണ് ഇത് എന്താണെന്ന് നോക്കി സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവനാണ് ഇതേ കൊതി കുറേ നേരം. ഇനി അവനും ഉണ്ടാക്കിയിട്ട് നമുക്ക് അവനും കൊടുക്കാം. ആൻഡ് കുറച്ച് മിക്സി ജാറിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് അവന് കുറച്ച് ഒഴിച്ച് കൊടുത്താണ്. അവനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കുറേ നേരം ടൈൽസൊക്കെ നക്കി തുടച്ചുകൊണ്ടിരിക്കുക. കുറേ നേരം അവനങ്ങനെ നക്കി തുടച്ചു. അങ്ങനെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടിയും തുള്ളിയേ ഉണ്ടായുള്ളൂ. എന്നിട്ട് ഞാൻ അതും കൂടി അങ്ങ് ഒഴിച്ചങ്ങോട്ട് കൊടുത്തു. അങ്ങനെ അവൻ അതുകൂടിയും കുടിച്ചു. അങ്ങനെ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.